നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ 3-4 സിനിമകളുടെ അപ്ഡേറ്റുകൾ ഒന്നിച്ച് ഈ വീഡിയോയിലൂടെ പറയാമെന്ന് കരുതിയാണ്. അതിൽ നമ്മൾ ഇന്ന് വരെ ഫോളോ ചെയ്യാതിരുന്ന, കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ കൃത്യമായിട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നാൽ ഈ ആഴ്ച തൊട്ട് അല്ലെങ്കിൽ ഇന്ന് തൊട്ട് ഞാൻ എല്ലാ ദിവസവും നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ വീഡിയോസുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യം വാക്ക് തരുന്നു. അപ്പോൾ എന്ത് തന്നെയാലും ഇന്ന് നമ്മൾ ആ ഒരു രീതിയിൽ 3-4 സിനിമകളുടെ അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് പൊന്മാൻ എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു ചെറിയ ചിത്രത്തിന്റെയും അപ്ഡേറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായിട്ടും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് പൊന്മാൻ എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകളിലൂടെ തന്നെ തുടങ്ങാം. ഈ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ താരതമ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് താരതമ്യത്തിന് നിൽക്കുന്നില്ല. അത് വേറെ ഒന്നുമല്ല, ഡൊമിനിക് എന്ന് പറയുന്ന മമ്മൂട്ടി നായകനായിട്ട് വന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകളും ഇതിന്റെ കണക്കുകളും കൂടി ഇന്ന് താരതമ്യം ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു സിനിമ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ മാർക്കറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് കളക്ഷൻ വളരെ കാര്യമായിട്ട് കുറഞ്ഞത് എന്നുള്ളൊരു കാര്യം നമ്മൾ എല്ലാ വീഡിയോയിലും തന്നെ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ മമ്മൂട്ടി ആരാധകരും അത് അംഗീകരിക്കുന്നുമുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ ഒരു മാർക്കറ്റിംഗും ഇല്ലാതെ പൊന്മാൻ പോലുള്ള ഒരു സിനിമ തിയേറ്ററുകളിൽ നല്ല രീതിയിൽ തന്നെ 2ാം വാരത്തിലേക്ക് കടന്നിരിക്കുന്നു. അത് ഈ ഒരു അവസരത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഞാൻ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അതുപോലെ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 സിനിമകളുടെയും കളക്ഷനുമായി ഡേ ബൈ ഡേ കളക്ഷനുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. പക്ഷെ ഇപ്പോൾ അതിന് മുതിരുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അവിടെ സൂചിപ്പിക്കുന്നത് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന നടന്റെ ഫാമിലി സപ്പോർട്ടാണ്. നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറത്തേക്ക് ബേസിൽ ജോസഫ് ഫാമിലീസിനിടയിൽ വളർന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇപ്പോൾ പ്രൊഡ്യൂസർമാരൊക്കെ ലഹള ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആർട്ടിസ്റ്റുകൾ പൈസ കൂടുതൽ മേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഒരു നല്ല ടെക്നീഷ്യൻ ആയിരുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ടെക്നീഷ്യൻ ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ പറഞ്ഞ മാതിരിയുള്ള കഴുത്തറുപ്പൻ പ്രതിഫലം വാങ്ങാത്ത ഒരു താരമാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ വളരെ ലോ ബഡ്ജറ്റിലാണ് ഇറങ്ങുന്നത്. മിക്ക പടങ്ങളും തന്നെ സൂപ്പർ ഹിറ്റുകളാണ്. 1-2 സിനിമ, അത്രയുടെ കരിയറിൽ തന്നെ ആകെ 1-2 സിനിമ മാത്രമാണ് സാമ്പത്തികമായിട്ട് വിജയിക്കാതെ പോയിട്ടുള്ളൂ. പക്ഷേ അതും ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള ബിസിനസ് കൊണ്ടൊക്കെ തന്നെ സാമ്പത്തിക ലാഭം നേടിയിട്ടുണ്ടാവും. എന്തിനേലും പൊന്മാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 75 ലക്ഷം രൂപയാണ് കളക്ഷൻ കിട്ടിയത്. 2ാം ദിവസത്തേക്ക് വരുമ്പോൾ 71 ലക്ഷം രൂപയായിട്ട് അത് മാറുന്നുണ്ട്. 3-ാം ദിവസം 1,14 ലക്ഷം രൂപയായിട്ടും 4-ാം ദിവസം 1,37 ലക്ഷം രൂപയായിട്ട് മാറുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഊഹിക്കാം, 3-ാം ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്, 4-ാം ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച 1,37 ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ മാറുന്നുണ്ട്. ഫസ്റ്റ് വർക്കിംഗ് ഡേയിലേക്ക് വരുമ്പോൾ 43 ലക്ഷം രൂപയായിട്ട് അത് കുറയുന്നുണ്ട്. 7-ാം ദിവസമായിട്ടുള്ള ചൊവ്വാഴ്ചയിലേക്ക് വരുമ്പോൾ 44 ലക്ഷം രൂപയായിട്ട് അത് മാറുന്നുണ്ട്. 8-ാം ദിവസമായിട്ടുള്ള ബുധനാഴ്ചയിലേക്ക് വരുമ്പോൾ 42 ലക്ഷം രൂപയായിട്ട് അത് മാറുന്നുണ്ട്. ഫസ്റ്റ് വീക്ക് കളക്ഷൻ നമ്മൾ മൊത്തം നോക്കുമ്പോൾ 5,70 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നെറ്റ് കണക്കായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കുക. 9-ാം ദിവസത്തേക്ക് വരുമ്പോൾ 2ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ 39 ലക്ഷം രൂപയാണ് വെള്ളിയാഴ്ച കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചത്. അതുവരെയുള്ള കണക്കുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 2ാമത്തെ ശനിയാഴ്ചയുടെയും ഞായറാഴ്ചയുടെയും കണക്കുകൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ ലഭ്യമാവുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇതുവരെ ആ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6,09 ലക്ഷം രൂപ ബോക്സ് ഓഫീസ് നെറ്റ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബോക്സ് ഓഫീസ് കണക്കുകൾ ഏകദേശം 7,50 ലക്ഷം രൂപയുടെ അടുത്തേക്ക് വരും. പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട്, ഇപ്പോൾ അതും പറയാം നമുക്ക് എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ, പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് ആവറേജ് 3 കോടി രൂപ കയ്യിലേക്ക് വന്നിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.
സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണ് ആ ഒരു അവർ പുറത്തുവിട്ട വാർത്തയിൽ ഉണ്ടായിരുന്നു, അതെത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തിനേലും 3 കോടി രൂപ പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് ആദ്യ വാരം തന്നെ പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. തിയേറ്റർ പ്രോഫിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു ചിത്രമാണ് പൊന്മാൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ബേസിൽ ജോസഫിനെ ഇവിടെ വ്യത്യസ്തനാക്കി നിർത്തുന്നതും എന്നുകൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ ബേസിൽ ജോസഫിന്റെ തന്നെ മറ്റൊരു വാർത്തയാണ്. അത് ടൊവിനോ തോമസ് നിർമ്മിക്കുന്ന ബേസിൽ ജോസഫ് ചിത്രമായിട്ട് മരണമാസം എന്ന് പറയുന്ന സിനിമ, അതിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ടൊവിനോ തോമസ് ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയിൽ സ്വയം നായകനാവാതെ ഇന്ന് അത്യാവശ്യം പൈസ ഇറക്കിയാൽ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള ബേസിൽ ജോസഫിനെ തന്നെ നായകനാക്കി പടം പിടിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ തന്നെ നിർമ്മിക്കുന്ന പടത്തിൽ ഞാൻ തന്നെ നായകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ മീശയൊക്കെ പിരിച്ചോ മുണ്ടു മടക്കി കുത്തിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ ഒരു മാസൊക്കെ കാണിച്ചിട്ട് സ്വയം ആളാവാൻ ശ്രമിക്കാമായിരുന്നു. പക്ഷെ ഇറക്കുന്ന കാശ് തിരിച്ചു കിട്ടണമെന്ന് ആത്മാർത്ഥതയുള്ളത് കൊണ്ട് തന്നെ ടൊവിനോ തോമസ് ആ ഒരു പരിപാടിക്ക് നിൽക്കാതെ ബേസിൽ ജോസഫിനെ നായകനാക്കി പടം ചെയ്യുന്നു. അതൊരു നല്ലൊരു തീരുമാനമായിട്ട് തന്നെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വന്തം കഴിവിലോ അല്ലെങ്കിൽ സ്വന്തം നിലവാരത്തിലോ വിശ്വാസമില്ലാത്തതാണോ എന്നുള്ളതും കൂടി ആലോചിക്കണം. എന്ത് തന്നെയാലും മരണമാസിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു. ഈ വർഷം പകുതിയോടുകൂടി തന്നെ, അതായത് 2 മാസത്തിനുള്ളിൽ തന്നെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ ഈ മാസം മുതൽ തന്നെ വന്നു തുടങ്ങും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മരണമാസം എന്നുള്ളൊരു പേരും ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു നായകനെയും നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഒരു കോമഡി ചിത്രമായിരിക്കും എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അടുത്തത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ആ സിനിമയെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. എമ്പുരാൻ മാർച്ച് 27 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്ന് പൈസ വാരാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ മാർച്ച് 27 എന്ന് പറയുമ്പോൾ ഈ സിനിമയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സിനിമയുടെ 1ാം ഭാഗം തമിഴ്നാട്ടിലും ആന്ധ്രയിലും അത്യാവശ്യം തരക്കേടില്ലാതെ പേരും പ്രശസ്തിയും നേടിയ ഒരു ചിത്രമായിരുന്നു. ഹിന്ദിയിലും OTT റിലീസിന് ശേഷം വളരെയധികം പ്രശസ്തി നേടിയ ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ വളരെയധികം ആശിക്കുന്നുമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടെ ഒരു വലിയ ഒരു പ്രതിസന്ധി ഈ സിനിമ നേരിടാൻ പോകുന്നത് മാർച്ച് 27 എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ തെലുങ്കിൽ നിന്ന് ആ സിനിമയ്ക്ക് സപ്പോർട്ട് എത്രത്തോളം കിട്ടുമെന്നുള്ള ഒരു ചോദ്യമാണ്. കാരണം മാർച്ച് 28 തന്നെ നമ്മുടെ പവൻ കല്യാണിന്റെ തെലുങ്ക് ചിത്രം ഒരെണ്ണം റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. പവൻ കല്യാണിന്റെ തെലുങ്ക് ചിത്രം മോഹൻലാലിന്റെ ചിത്രവുമായിട്ട് എന്താണ് ഒരു ഇതെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചേക്കാം. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 5 കോടിക്ക് മുകളിലാണ് എമ്പുരാൻ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ ആന്ധ്രയിൽ നിന്ന് കളക്ട് ചെയ്തത്. അപ്പോൾ അത് പിന്നീട് OTTയിലേക്ക് വരികയും വളരെ വലിയ ഹിറ്റായി മാറുകയൊക്കെ ചെയ്ത സമയത്ത് അതിന്റെ 2ാം ഭാഗത്തിന് നല്ല ഒരു പ്രതികരണം അവിടെ നിന്ന് കിട്ടേണ്ടതാണ്. ഏകദേശം ഞാൻ കണക്ക് കൂട്ടുന്നത് ഒരു 15 കോടി രൂപയെങ്കിലും ബോക്സ് ഓഫീസ് കണക്കുകളായിട്ട്, ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് ആന്ധ്രയിൽ നിന്ന് വരേണ്ടിയിരുന്നതാണ്, ആന്ധ്ര തെലങ്കാന സ്റ്റേറ്റുകളിൽ നിന്ന്. എന്നാൽ അതിന് വലിയ ഒരു തുരങ്കം വയ്ക്കുന്നതായിരിക്കും പവൻ കല്യാണിന്റെ ചിത്രത്തിന്റെ റിലീസ്. ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് തിയേറ്ററുകൾ 27 അത്യാവശ്യം തിയേറ്ററുകൾ ഈ സിനിമയ്ക്ക് കിട്ടിയേക്കാം. പക്ഷെ 28 തെലുങ്ക് ദേശം മൊത്തം തൂത്തുവാരി കൊണ്ടുപോകാൻ, തിയേറ്ററുകളെ മൊത്തം തൂത്തുവാരി കൊണ്ടുപോകാൻ പവൻ കല്യാണിന്റെ ചിത്രത്തിന് ധാരാളം മതിയാകും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അതായത് എമ്പുരാൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിത്രത്തിന് പിന്നീട് ഒരു ദിവസത്തെ മാത്രമേ ആയുസെ അവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. അത് വലിയ ഒരു അടി തന്നെയായിരിക്കും എന്നുള്ളതും കൂടി, ടോട്ടൽ കളക്ഷൻ നോക്കുമ്പോൾ വലിയ ഒരു അടി തന്നെയായിരിക്കും എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.